ഓരോ മനുഷ്യൻ്റെയും ജീവിത പരാജയത്തിൻ്റെ പിന്നിലെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ബൈബിളിൽ പ്രഭാഷകൻ എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ ഭൂമിയിൽ ദീർഘായുസ്സോടെ ആയിരിക്കുകയും അവന് നന്മ വരികയും അവൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ അവൻ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ദീർഘായുസ് കഴിച്ച് ഒരു മനുഷ്യൻ കടന്നു പോകണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന് നന്മ വരണമെങ്കിൽ, നമുക്കറിയാം ജീവിതത്തിൽ നമ്മൾ നന്മ അനുഭവിക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത് അവൻ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവനായിരിക്കണം. മൂന്നാമത് പറയുന്നത് അവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഒന്ന് അവൻ അനുഗ്രഹിക്കപ്പെടണം, അവൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടണം, അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. ഈ മൂന്ന് അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നു ചേരണമെങ്കിൽ അവൻ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന വ്യക്തി ആയിരിക്കണമെന്ന് നമ്മളെ തിരുവചനത്തിൽ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നു? എന്തുകൊണ്ട് നഷ്ടപ്പെടലുകൾ സംഭവിക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു? ചിന്തിച്ച് നോക്കിക്കേ. എന്തുകൊണ്ട് നമ്മുടെ മക്കളുടെ വിവാഹം തടസ്സപ്പെടുന്നു? എന്തുകൊണ്ട് മക്കളെ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ സമ്പാദിക്കുന്നതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നു? ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഏതൊരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യുന്നു, അവൻ അനുഗ്രഹിക്കപ്പെടുന്നത് ഒന്ന് അവൻ ദീർഘായുസ്സോടെ കടന്നു പോകും, രണ്ട് അവന് നന്മയുണ്ടാകും, മൂന്നാമതായി അവൻ എല്ലാ വിധത്തിലും ഭാര്യയിലും മക്കളിലും എല്ലാം ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന വ്യക്തി ജീവിതത്തിൽ എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമുക്ക് ഓരോരുത്തർക്കും ചേർത്ത് പിടിക്കാം നമ്മുടെ മാതാപിതാക്കളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.